ഇവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഗോമൂത്രത്തിന്റെയും ചാണകത്തിന്റെയും ഗുണഫലങ്ങൾ, അതിന്റെ ഫലസിദ്ധി, അതുപോലെ തന്നെ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ചില അവകാശവാദങ്ങൾ, ഇന്ത്യയാണ് ആദ്യം വിമാനം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലുള്ള ചില കാര്യങ്ങൾ, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ഇതൊക്കെയായിരുന്നു ചർച്ചാ വിഷയം. അതിലാണ് നമ്മൾ അഭിരമിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അതിനെ മറ്റൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, അതിലേക്ക് അദ്ദേഹം രാജ്യത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അതിൽ അദ്ദേഹം കാര്യമായ തോതിൽ വിജയിക്കുകയും ചെയ്തു. ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന്റെ അധ്വാനം, അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന ഒരു എഫർട്ട്, അത് നമുക്ക് മറ്റേതെങ്കിലും നേതാക്കളിൽ നിന്ന് ഇന്ത്യയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു കൃത്യതയുണ്ട്. അതാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ സദാ യുദ്ധസന്നദ്ധനായ, അല്ലെങ്കിൽ പോരാട്ട വീര്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവാക്കി മാറ്റുന്നത്.